എല്ലാം തീരുമാനിച്ചത് മുഖ്യമന്ത്രി ഒറ്റയ്ക്ക്. പിണറായിക്കെതിരെ CPM-ൽ എതിർസ്വരം. തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ എല്ലാം തന്നിഷ്ടപ്രകാരമാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെന്ന തരത്തിൽ CPI-യിൽ നിന്ന് വിമർശനം ഉയർന്നതിന് പിന്നാലെ സ്വന്തം പാർട്ടിയിൽ നിന്നും സമാനമായ അഭിപ്രായം ഉയരുകയാണ്. ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ VC നിയമനത്തിൽ ഗവർണറുമായി സമവായത്തിലെത്തിയതിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM-ൽ എതിർസ്വരം ഉയരുന്നത്. VC നിയമന സമവായം ഗുണം ചെയ്യില്ലെന്ന നേതാക്കൾ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിമർശനം ഉന്നയിച്ചു. എല്ലാം മുഖ്യമന്ത്രി തീരുമാനിച്ചത് ഒറ്റയ്ക്കാണെന്നും PM ശ്രീക്ക് സമാനമായ ആക്ഷേപം VC നിയമന സമവായത്തിലും ഉയരുമെന്നും നേതാക്കൾ യോഗത്തിൽ മുന്നറിയിപ്പ് നൽകി. ഗവർണറുമായുള്ള സമവായ തീരുമാനം മുഖ്യമന്ത്രി യോഗത്തിൽ അറിയിച്ചപ്പോഴാണ് വിമർശനം ഉയർന്നത്. മുഖ്യമന്ത്രിയുടെ തീരുമാനത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നേതാക്കൾ എതിർത്തു. യോഗത്തിൽ ഒരാൾ പോലും മുഖ്യമന്ത്രിയെ അനുകൂലിച്ച് സംസാരിച്ചില്ല എന്നതും ശ്രദ്ധേയമായി. പിണറായിക്ക് എതിർസ്വരം ഇല്ലാതിരുന്നിടത്താണ് ആരും അനുകൂലിക്കാതിരുന്നത്. രാഷ്ട്രീയമായി തിരിച്ചടിയുണ്ടാകുമെന്ന് നേതാക്കൾ ഓർമ്മിപ്പിച്ചു. VC നിയമനത്തിലെ സമവായം പാർട്ടിയും അറിഞ്ഞില്ല എന്നാണ് വിമർശനമുയർന്നത്. VC നിയമനത്തിലെ വിട്ടുവീഴ്ച പാർട്ടി ചർച്ച ചെയ്തിരുന്നില്ല. ഗവർണറുമായി സമവായത്തിന് മുൻകൈയെടുത്തത് മുഖ്യമന്ത്രിയാണെന്നും സമവായ നീക്കം പാർട്ടി അറിഞ്ഞത് മുഖ്യമന്ത്രി തീരുമാനം പറഞ്ഞപ്പോൾ മാത്രമായിരുന്നു എന്നായിരുന്നു വിമർശനം. അതേസമയം യോഗത്തിൽ എതിർപ്പുയർന്നിട്ടും മുഖ്യമന്ത്രി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായില്ല. സർക്കാർ നിലപാട് ഇതാണെന്നായിരുന്നു മുഖ്യമന്ത്രി ആവർത്തിച്ചത്. ഇതിനിടെ VC നിയമനത്തിലെ ഒത്തുതീർപ്പിന് പിന്നാലെ കേരളയിലും സമവായമുണ്ടായി. കേരള സർവകലാശാല രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാറിനെ മാറ്റിക്കൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു. മാറ്റം ശാസ്താംകോട്ട DB കോളേജിലേക്കാണ്. അനിൽകുമാറിന്റെ അഭ്യർത്ഥനയെ തുടർന്നാണ് മാറ്റമെന്നാണ് സർക്കാർ ഉത്തരവ്. ഭാരതാംബ വിവാദവുമായി ബന്ധപ്പെട്ട അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു കാലമായി സസ്പെൻഷനിൽ തുടരുന്നതിനിടയിലാണ് ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിക്കാൻ സർക്കാർ ഉത്തരവ് വന്നിരിക്കുന്നത്. ഭാരതാംബ വിവാദത്തിൽ സർക്കാരിന് അനുകൂലമായ നിലപാട് സ്വീകരിച്ചതിനാണ് അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്തത്. സമവായത്തിന്റെ പേരിൽ അനിൽകുമാറിനെ മാറ്റിയത് സർക്കാരിന് തോൽവി തന്നെയാണ്. ഇതും വരും ദിവസങ്ങളിൽ CPM-ൽ പിണറായിക്കെതിരെയുള്ള ചർച്ചയാകാൻ സാധ്യതയുണ്ട്. VC നിയമനത്തിൽ ഒത്തുതീർപ്പ് ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് കേരളയിലും സമവായം. പ്രിൻസിപ്പൽ ആയി തന്നെയാണ് അനിൽകുമാർ തിരികെ പ്രവേശിക്കുന്നതെങ്കിലും രജിസ്ട്രാർ VC തർക്കത്തിൽ സർക്കാർ മുട്ടുമടക്കുകയാണ്. രജിസ്ട്രാറായി അനിൽകുമാർ വരികയും പുനർനിയമനം നടത്തുകയും ചെയ്തതിന് പിന്നാലെയാണ് ഭാരതാംബ വിവാദത്തിൽ രജിസ്ട്രാർ VC തർക്കം ആരംഭിക്കുന്നത്. പിന്നീട് ഇത് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. ഭാരതാംബ വിവാദത്തെ തുടർന്ന് അനിൽകുമാറിനെ VC സസ്പെൻഡ് ചെയ്തു. ഇത് ഗവർണർ ഉൾപ്പെടെ ശരിവെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ സസ്പെൻഷൻ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് അനിൽകുമാർ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഇതിനിടെയാണ് അനിൽകുമാറിന്റെ ഡെപ്യൂട്ടേഷൻ അവസാനിപ്പിച്ചുകൊണ്ട് ശാസ്താംകോട്ട DB കോളേജിലേക്ക് പ്രിൻസിപ്പളായി മാറ്റം നൽകി സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്.